സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം എന്ന പരിപാടി ഹിന്ദു വിരുദ്ധതയുടെ സംഗമ ഭൂമിയാകുന്നു. പരിപാടിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ് മുഖ്യാതിഥി. ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുന്നതിലും ഹിന്ദു വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്നതിലും സ്റ്റാലിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്ന ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവനയും വിവാദമായിരുന്നു. ശബരിമലയിൽ വിശ്വാസ ധ്വംസന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ സംസ്ഥാന സർക്കാർ തന്നെ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പരിപാടി നടത്തുന്നതിൽ നേരത്തെയും വിമർശനമുയർന്നിരുന്നു. കോടിക്കണക്കിന് വിശ്വാസികളുടെ മനസ്സ് നോവിച്ച സർക്കാരിന് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ അർഹതയില്ലെന്നായിരുന്നു വിമർശനം. ഇതിന് പിന്നാലെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ പരിപാടിയിൽ മുഖ്യാതിഥിയായി ഉൾപ്പെടുത്തിയത്. ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ നേരിട്ട് പോയാണ് പരിപാടിയിലേക്ക് സ്റ്റാലിനെ ക്ഷണിക്കുന്നത്. സനാതനധർമ്മത്തെ തുടർച്ചയായി അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന DMK-യുടെ നേതാവാണ് എം.കെ. സ്റ്റാലിൻ. ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുന്നതിലും ഹിന്ദുവിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്നതിലും സ്റ്റാലിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സ്റ്റാലിനെ കൂടി ക്ഷണിച്ചതോടെ അയ്യപ്പ സംഗമം എന്ന പരിപാടി ഹിന്ദുവിരുദ്ധതയുടെ സംഗമഭൂമിയായി മാറിയെന്നാണ് വിമർശനം. സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്ന സ്റ്റാലിൻ്റെ മകനും തമിഴ്നാട് മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവനയും നേരത്തെ വിവാദമായിരുന്നു. ജനം, തിരുവനന്തപുരം.